ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നടക്കാനായിട്ട് പോകുന്ന ആ ഒരു അത്ഭുതം, അടുത്ത നെക്സ്റ്റ് നടക്കാനായിട്ട് പോകുന്ന ആ ഒരു അത്ഭുതം എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ആരെങ്കിലും ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയത്ത് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം നിങ്ങളുടെ ലൈഫിൽ നടക്കാനായിട്ട് പോകുന്ന ആ ഒരു അത്ഭുതം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നടക്കാനായിട്ട് പോകുന്ന ആ ഒരു അത്ഭുതം എന്താണ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്ന ആ ഒരു അത്ഭുതം എന്താണ്, ആ ഒരു മിറാക്കിൾ എന്താണ്, നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്ന ആ ഒരു അത്ഭുതം എന്താണ്, ആ ഒരു മിറാക്കിൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കാർഡ്. സെക്കൻഡ് കാർഡ് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. തേർഡ് കാർഡ് 3 ഓഫ് കപ്സ്. അപ്പോൾ ഈ ഒരു 3 കാർഡുകളെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇന്ന് എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 3 കാർഡുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായിട്ട് വരാനായിട്ട് പോകുന്ന അത്ഭുതം എന്താണ് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം ഈ ഒരു 3 കാർഡുകളും ഒരുമിച്ച് പറയുന്ന ഒരു സന്ദേശം വളരെ മനോഹരമാണ്. ഈ ഒരു മിറാക്കിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ല, ഒരു പ്രണയം മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെയും ജീവിതത്തെയും ഒരുപോലെ മാറ്റിമറിക്കുന്ന ഒരു പുതിയ തുടക്കമാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് കാർഡ് നമ്മൾ നോക്കുന്നത്, നമുക്കിവിടെ കിട്ടുന്നത് ക്വീൻ ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് നടക്കുന്ന ഒരാളാകാം. പുറത്ത് നല്ല ചിരിച്ച് നല്ല രീതിയിൽ അഭിനയിച്ച് നടക്കുന്നെങ്കിലും ഉള്ളിൽ കരഞ്ഞ ദിവസങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടാകും. അപ്പം ഒരാള് നിങ്ങളെ മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. ആ ഒരു സെനാരിയോ ആണ് നിങ്ങൾക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കോ കെയറിനോ സ്നേഹത്തിനോ സഹായത്തിനോ വില കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. പല രാത്രികളും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു ചോദ്യവുമായിട്ട് നിങ്ങൾ കരഞ്ഞ് ഉറങ്ങിപ്പോയിട്ടുണ്ടാകും. പക്ഷെ ഈ കാർഡ് പറയുന്നത് അതെല്ലാം അവസാനിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ അടുത്ത മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ആദ്യം സംഭവിക്കുന്നത് വീണ്ടും ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാവും. ആ ഒരു കോൺഫിഡൻസ്, പഴയ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. വീണ്ടും സന്തോഷത്തോടെ ചിരിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങും. ഇത്രയും നാളായി നിങ്ങളെ അലട്ടിയിരുന്ന ഒരു ഭാരം പതിയെ അങ്ങനെ മാറിപ്പോകും. നിങ്ങളെ തന്നെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങും. അതായിരിക്കും നിങ്ങളിലേക്ക് വരുന്ന ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് സംഭവിക്കാനായിട്ട് പോകും. ചിലപ്പോൾ ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഒരിക്കലും അത് നടക്കില്ല, എനിക്ക് ആ ഒരു പേഴ്സണെ മറന്നുകൊണ്ടോ അവരുടെ ഓർമ്മകളിൽ നിന്ന് മാറിക്കൊണ്ടോ അങ്ങനെ ചേഞ്ച് ആകാനേ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നടക്കും, അത് നടക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് വാൻഡ്സിന്റെ കാർഡാണ് പിന്നീട് നമുക്കിവിടെ കിട്ടുന്ന ഒരു കാർഡ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാർഡ് വളരെ വേഗത്തിലുള്ള ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു വാർത്ത ഉണ്ടാകും. ചിലപ്പോൾ അതൊരു വ്യക്തിയിൽ നിന്നുള്ള ഒരു ഫോൺ കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു ജോലിയുടെ അവസരമായിരിക്കാം, ചിലപ്പോൾ ഒരു യാത്ര പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു പുതിയ അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അത്. ഇപ്പോൾ എല്ലാം ഒരു സൈലന്റ് ആണെന്ന്, ഒന്നും നടക്കില്ല എന്ന് തോന്നുന്നവർക്ക് പോലും പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങും. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കാത്തിരിപ്പ് ഒരിക്കലും വെറുതെ ആകില്ല എന്നുള്ളതാണ്. ഇത്രയും നാള് നിങ്ങൾ തയ്യാറാവുകയായിരുന്നു. ഇനി നിങ്ങൾ ആക്ഷൻ എടുക്കാനുള്ള ഒരു സമയമാണ്, അതിനുള്ള ഒരു അവസരം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരുക്കി തരും എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ് കിട്ടുന്നത്. ഈ ഒരു കാർഡ് ശരിക്കും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതൊരു സന്തോഷത്തിന്റെ കാർഡാണ്, ഒരു ആഘോഷത്തിന്റെ കാർഡാണ്. വീണ്ടും ഒരു ചിരിയുടെ ശബ്ദം നിങ്ങളുടെ വീട്ടിൽ നിറയുന്ന ഒരു സമയം വരുന്നു എന്നുള്ളതാണ്. ഒരു നല്ല വാർത്ത കേട്ട് നിങ്ങളുടെ ഫാമിലി മുഴുവൻ സന്തോഷിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. സുഹൃത്തുക്കളുമായിട്ട് വീണ്ടും ഒന്നിക്കുന്ന ഒരു സമയം വരുന്നു. ഒരു വിവാഹ വാർത്തയായിരിക്കാം, ചിലപ്പോൾ ഒരു എൻഗേജ്മെന്റ്, അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുന്നത്,
ഒരു ഏതെങ്കിലും ഒരു എക്സാമിന് വിജയിക്കുന്നത്, ഒരു ബിസിനസ്സിലെ നേട്ടം, അല്ലെങ്കിൽ നിങ്ങൾ ഏറെ നാളായിട്ട് പ്രാർത്ഥിച്ച ഒരു ആഗ്രഹം പൂവണിയുന്നത്, ഇതൊക്കെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ആഘോഷിക്കാൻ ഒരു കാരണം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഈ ഒരു കാർഡിലൂടെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 3 കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും, ഈ ഒരു 3 കാർഡുകൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം, ആദ്യം നിങ്ങളുടെ മനസ്സ് സുഖപ്പെടും, നിങ്ങൾക്കൊരു ഹീലിങ്സ് ഉണ്ടാകും. അവിടുന്ന് അതിന് പിന്നാലെ ജീവിതം അതിവേഗം മുന്നോട്ടേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. അവസാനം നിങ്ങൾ വിജയവും സന്തോഷവും ഒക്കെ മറ്റാളുകളുമായി പങ്കിട്ട് വളരെ ഹാപ്പി ആയിട്ട് മാറും എന്നുള്ളത്. അതിനാൽ ഈ ഒരു മിറാക്കിൾ ഒരൊറ്റ സംഭവം മാത്രമല്ല, ഇതൊരു മനോഹരമായ മാറ്റത്തിന്റെ തുടക്കമാണ്. ആദ്യം ഹീലിംഗിലേക്ക് പോകും, പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് വരും, അവസാനം ഒരു സെലിബ്രേഷൻ. ഇതാണ് ഈ ഒരു റീഡിങ്. വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള, വളരെ ഒരു, ഞാൻ ഇത്രയും നാൾ റീഡിങ് എടുത്തെങ്കിലും ഇത്രയും പോസിറ്റീവ് വൈബ് തോന്നുന്ന ഒരു കാർഡുകൾ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് പേഴ്സണലി വളരെ സന്തോഷം തോന്നിയ ഒരു റീഡിങ് തന്നെയാണിത്. അപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ഇത് ആർക്കെങ്കിലുമായിട്ടൊക്കെ റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കും നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാമല്ലോ. അപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇതുവരെ നഷ്ടപ്പെട്ടതിനെ മാത്രം നോക്കി ഇരിക്കുകയായിരുന്നു. ഇനി അങ്ങനെ നിൽക്കരുത്. കാരണം മുന്നിൽ വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ പഴയ നഷ്ടങ്ങളെക്കാൾ വലുതാണ്. അപ്പൊ നിങ്ങളുടെ കണ്ണുനീരിന് ഒരു അവസാനം ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിയുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെട്ടിട്ടുണ്ട്. ശരിയായ സമയത്ത് ശരിയായ ആളുകളും അവസരങ്ങളും സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും. ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്, പ്രതീക്ഷ കൈവിടരുത്, സ്വന്തം മനസ്സിനെ വിശ്വസിക്കുക. പുതിയ അവസരങ്ങൾ വരുമ്പോൾ പേടിക്കാതെ അതിലേക്ക് ആക്ഷൻസ് എടുത്ത് കയറാനായിട്ട് നിങ്ങൾ ആ ഒരു പുതിയ അവസരങ്ങളെ സ്വീകരിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത മിറാക്കിൾ ഇനി ഒത്തിരി ദൂരത്തല്ല, പെട്ടെന്ന് തന്നെ അത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ആർക്കെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് വഴി ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങിന് നമ്മൾ ക്ലോസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകണം, അതുപോലെ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.